ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് പൈത്തൺ യൂസ് ചെയ്തുകൊണ്ട് ഒരു CSV ഫയലിലേക്ക് ഡാറ്റ എങ്ങനെ റൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CSV ഫയൽ റീഡിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു CSV ഫയൽ. അപ്പോൾ ഇതിപ്പോൾ കറൻ്റ്ലി എംപ്റ്റി ആണ്. അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് പുതിയ റെക്കോർഡ്സ് റൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് നമ്മുടെ പൈത്തണിലെ ഇൻബിൽട്ട് മോഡ്യൂളായ CSV മോഡ്യൂൾ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഫയൽ employee.csv എന്ന ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതിന് നേരത്തെ നമ്മൾ റീഡിംഗ് മോഡിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് മോഡ് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഫയൽ നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫയൽ വീഡിയോസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് റൈറ്റ് മോഡ് അഥവാ W എന്ന് പറയുന്ന ഒരു മോഡിൽ വേണം നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ന്യൂ ലൈൻ ക്യാരക്ടർ അത് എംപ്റ്റി ആയിട്ടും കൊടുക്കണം. അപ്പോൾ ആ ഒരു മോഡിൽ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി നമ്മുടെ CSV ഫയൽ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇനി കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഫീൽഡുകളുടെ പേരാണ്. കാരണം നമ്മുടെ ഈ കഴിഞ്ഞ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡാറ്റ ഇവിടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ റീഡ് ചെയ്യാണ് ചെയ്തിരുന്നത്. ഈ ഒരു കേസിൽ നമുക്ക് ഡാറ്റ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമ്മുടെ ഫീൽഡുകളുടെ പേര്, അതായത് ഹെഡിങ്ങുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ 3 ഫീൽഡ് കൊടുക്കുന്നു. ഈ ഒരു 3 ഫീൽഡായിരിക്കും നമ്മുടെ CSV ഫയലിൻ്റെ ഹെഡിങ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിക്റ്റ് റീഡറാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡിക്റ്റ് റൈറ്റർ എന്ന് പറയുന്ന ഫങ്ഷനുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മളൊരു റൈറ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് csv.dict റൈറ്റർ എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 2 പാരാമീറ്റേഴ്സാണുള്ളത്. ഒന്ന് നമ്മുടെ ഈ CSV ഫയൽ, അതായത് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയൽ, ആ ഫയൽ ഒബ്ജക്റ്റ് ആണ് അതിലേക്ക് പാസ് ചെയ്യുന്നത്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഫീൽഡ് നെയിംസാണ്. അപ്പോൾ ഫീൽഡ് നെയിംസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫീൽഡ് നെയിംസ്. അപ്പോൾ ആ നെയിംസ് പാസ് ചെയ്ത് കൊടുത്താലാണ് നമുക്കതൊരു ഹെഡറായിട്ട് അല്ലെങ്കിൽ ഹെഡിങ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഹെഡർ അഥവാ ഹെഡിങ് വേണം ആദ്യം റൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് നമുക്ക് റൈറ്റ് ഹെഡർ എന്ന് പറയുന്ന ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് ഹെഡർ എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CSV ഫയലിൻ്റെ ഹെഡിങ് റൈറ്റ് ആവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നത് നമ്മുടെ റൈറ്റർ വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ ഇനി റൈറ്റ് ചെയ്യാം. അപ്പോൾ ഡാറ്റ നമ്മൾ ഓരോ റോ ബൈ റോ ആയിട്ടാണ് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ റൈറ്റ് റോ എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിലിനി നമ്മൾ ഒരു ഡിക്റ്റ് പോലത്തെ ഒരു ഒബ്ജക്റ്റ് ആണ് ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയായിട്ട്. അപ്പോൾ നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത് നെയിം, ഏജ്, സാലറി എന്നീ 3 ഫീൽഡുകളാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ നമ്മളിവിടെ നെയിം പാസ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അടുത്തത് ഏജ് പാസ് ചെയ്ത് കൊടുക്കുന്നു. 3 സാലറി ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റോ നമുക്ക് റൈറ്റ് ആവുന്നതാണ്. നമുക്ക് ഒരു റോയും കൂടി ഇതിൽ റൈറ്റ് ചെയ്ത് നോക്കാം.
ഇതിൽ ഞാൻ അടുത്തൊരു ഡാറ്റ കൂടി റൈറ്റ് ചെയ്യാണ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാറ്റ റൈറ്റ് ആയിരിക്കുന്നതാണ്. പിന്നെ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഔട്ട്പുട്ടൊന്നും നമ്മുടെ ടെർമിനൽ വിൻഡോയിൽ കാണാൻ സാധിക്കില്ല, കാരണം ഇതൊരു റൈറ്റ് ഓപ്പറേഷനാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും പ്രിൻറ്റ് ചെയ്യാനൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഫയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇത് ഇപ്പോൾ പ്രിൻ്റ് ആയിട്ടുണ്ട്, അഥവാ ഈ ഒരു ഫയലിലേക്ക് റൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സൽ പോലത്തെ ഏതെങ്കിലും ഒരു ഫയലിൽ വേണമെങ്കിൽ ഒന്ന് എടുത്ത് നോക്കാവുന്നതാണ്, നമ്മൾ ഡാറ്റ ജസ്റ്റ് കാണാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സൽ ഉണ്ടെങ്കിൽ എക്സൽ ആയിരിക്കും വിൻഡോസിലൊക്കെ അത് ബൈ ഡിഫോൾട്ട് ഓപ്പൺ ആവുന്നത്. ഇത് അതിന് സിമിലർ ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്കിങ്ങനെ കോളം വൈസ് ഡാറ്റ കാണാൻ സാധിക്കും, ഹെഡിങ്ങും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ടാണ് ഡാറ്റ, അതായത് കറക്റ്റ് ഫോർമാറ്റിലാണ് നമ്മുടെ ഡാറ്റ റൈറ്റ് ആയിരിക്കുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് നെക്സ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് മോഡിൽ ഡാറ്റ മൊത്തത്തിൽ റീപ്ലേസ് ആണ് ആക്ച്വലി നടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പേര് മാറ്റി വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്നും എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും, ഈ ഒരു പേര് മൊത്തത്തിൽ ഈ ഡാറ്റ റീപ്ലേസ് ആയിപ്പോയി. പക്ഷേ നമുക്കിപ്പോൾ സപ്പോസ് ഈ ഡാറ്റ രണ്ടാമത് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി ഉള്ള ഡാറ്റ അവിടെ കീപ്പ് ചെയ്തുകൊണ്ട് പുതിയ ഡാറ്റ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൈറ്റ് മോഡ് മാറ്റി അപ്പൻഡ് ചെയ്യാനുള്ള മോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു ഡാറ്റ അപ്പൻഡ് മോഡാണ്. അപ്പോൾ അപ്പൻഡ് മോഡിൽ ഡാറ്റ ഉള്ള ഡാറ്റേനെ ഒരിക്കലും അത് റീപ്ലേസ് ചെയ്യില്ല. അപ്പോൾ ഉള്ളതിലേക്ക് ഓൾറെഡി പുതിയ ഡാറ്റേനെ അപ്പൻഡ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി കാണാൻ കഴിയും, ഇപ്പോൾ പുതിയ ഡാറ്റ സെയിം ഡാറ്റ തന്നെയാണ് വന്നിരിക്കുന്നത്, പക്ഷേ പുതിയ ഡാറ്റ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഹെഡർ വന്നിട്ടുണ്ട്. ഹെഡർ ആക്ച്വലി 2 തവണ വരേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം നിങ്ങൾ ഇത് റൈറ്റ് മോഡിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് റൈറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ഡാറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ ഇവിടെ മാറ്റുവാണ്. പിന്നെ നിങ്ങൾ ഇത് അപ്പൻ മോഡിൽ നിങ്ങളിത് റൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെഡർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതായത് ഹെഡർ നമുക്ക് പിന്നെ രണ്ടാമത് റൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല, ഓൾറെഡി ഡാറ്റ അവിടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ ഒരു ഡാറ്റ ഹെഡർ ആകെ ഒരു തവണ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി ഡാറ്റ നമ്മളിപ്പോൾ രണ്ടാമത്തെ നെയിം കൊടുത്ത അർജുൻ 2 കെവിൻ 2 എന്ന് പറയുന്ന പേരുകൾ അപ്പൻ മോഡിൽ ഓൾറെഡി ഉള്ളതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നമ്മുടെ ഒരു എക്സൽ പോലത്തെ ഫയലിൽ നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയും, ഇത് പ്രോപ്പറായിട്ട് ഈ ഒരു ഡാറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പൈത്തണിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള മോഡ്യൂളാണ്. അപ്പോൾ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മോഡ്യൂളാണ്. കാരണം നമുക്കിപ്പോൾ റിയൽ പ്രൊജക്ട്സിൽ ഇതുപോലെ ഡാറ്റ റൈറ്റിങ്ങും റീഡിങ്ങും ഒക്കെ വരും. ചിലപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് എക്സ്റ്റേണൽ CSV ഫയലിൽ നിന്നൊക്കെ നമുക്ക് ഡാറ്റ റീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമുക്ക് ബൾക്കായിട്ട് ഡാറ്റ ഈസി ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരുവാൻ ഇങ്ങനത്തെ എക്സൽ അല്ലെങ്കിൽ CSV ഇമ്പോർട്ടിങ് നമുക്ക് സാധിക്കുന്നതാണ്. നമുക്ക് ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് .csv ഫയൽ, അതായത് പ്ലെയിൻ CSV ഫയൽസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എക്സൽ ഫയൽസും ഇതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് എക്സൽ റിലേറ്റഡ് ലൈബ്രറീസ് ഉണ്ട്. എക്സലിൽ നമ്മൾ കൊടുക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ബാക്ക്ഗ്രൗണ്ട് കളറ്, ബോൾഡ്, ചാർട്ട്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ട് കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്തത് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവാനായിട്ടൊരു മിനിമലായിട്ടുള്ള എക്സാമ്പിളാണ്. പക്ഷേ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് ഈ ഒരു എക്സൽ അല്ലെങ്കിൽ CSV നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാൻ സാധിക്കും.
നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കി തന്നെ പഠിക്കുക.